ആദിൽ പാലോട് ദുർഗിലെ ഛത്തീസ്ഗഡ് സെൻട്രൽ ജയിലിന് മുന്നിലുണ്ട്. ആദിൽ പാലോട്, ജയിൽ മോചനം ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ 20 മിനിറ്റിനകം ഉണ്ടാകുമെന്ന് ജയിൽ സൂപ്രണ്ട് ആദിലിനോട് സംസാരിക്കുന്നത് നേരത്തെ നമ്മൾ കേട്ടിരുന്നു. എത്രത്തോളം നാടകീയമായ രംഗങ്ങളാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ നമ്മൾ ആ ജയിൽ വളപ്പിൽ കണ്ടത്? എനിക്ക് പിന്നിൽ കാണുന്ന വനിതാ ജയിലിലാണ് 10 ദിവസമായി കന്യാസ്ത്രീകൾ, മലയാളി കന്യാസ്ത്രീകൾ തടവിൽ കഴിയുന്നത്. 10 ദിവസത്തെ തടവുകാലത്തിന് ശേഷം അവർ മോചനത്തിലേക്ക് വരുന്നു, അവർ മോചിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജാമ്യത്തിൻ്റെ വിധി വന്നപ്പോൾ തന്നെ വലിയ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ കണ്ണീരായിരുന്നു എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങളടക്കം എത്തിച്ചത്. അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു. വന്ദന ഫ്രാൻസിസിൻ്റെയും മറ്റ് കന്യാസ്ത്രീയുടെയും സഹോദരന്മാരിവിടെ എത്തിയിരുന്നു. അവർ ജനപ്രതിനിധികളെ കെട്ടിപ്പിടിച്ച് ദൃശ്യങ്ങളൊന്ന് കാണൂ. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഇപ്പോഴും ഇവിടെ ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയും. ദുർഗ് സെൻട്രൽ ജയിലിൻ്റെ വളപ്പിലാണ്, ആ പരിസരത്താണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ജനപ്രതിനിധികൾ, ഇടത് MP-മാർ ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി, ഒപ്പം പി സന്തോഷ് കുമാർ എത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് പല നേതാക്കൾ, MP-മാരും MLA-മാരും എത്തുന്നു. ഷോൺ ജോർജ് അടക്കം ഇവിടെ BJP-യുടെ പ്രതിനിധി സംഘമുണ്ട്. എല്ലാവരും എത്തുന്നു. ബന്ധുക്കൾ ഇവിടെ നിന്ന് കരയുന്നു. ആ രൂപത്തിൽ വളരെ വൈകാരികമായ സാഹചര്യമായിരുന്നു. ജാമ്യം കിട്ടി എന്ന, ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ ജയിൽ വളപ്പിൽ നമ്മൾ കണ്ടത്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ കൃത്യമായ വിധി ലഭിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് മാത്രമേ ഇവിടുത്തെ ജയിൽ നടപടികൾക്ക് എടുക്കുകയുള്ളൂ എന്ന് ജയിൽ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇനി അത് ഓർഡർ പൂർത്തീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള NIA കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്, റിമാൻഡ് ചെയ്ത കോടതിയിലേക്ക് എത്തിക്കുക. അവിടെ നിന്നും ഒരാൾവശം പ്രത്യേക ദൂതൻ വഴി ജയിലിലേക്ക് ഉത്തരവെത്തിക്കഴിഞ്ഞാൽ 20 മിനിറ്റ് മാക്സിമം, പരമാവധി 20 മിനിറ്റിനകം ഈ മോചനം സാധ്യമാകും എന്നുള്ളതാണ്. പക്ഷേ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ 2-3 മണിക്കൂറുകൾ എടുത്തേക്കാമെന്നൊരു വിലയിരുത്തൽ ഇപ്പോഴുണ്ട്. നമുക്ക് അതിന്റെ വിവരങ്ങൾക്കായി ആദിൽ ഞാൻ ഒന്നുകൂടി മുബഷീറിലേക്ക് പോവുകയാണ്. മുബഷീർ, ഇപ്പോൾ ആദിൽ ചൂണ്ടിക്കാട്ടിയത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിലേക്ക് ഉത്തരവ് എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ്. 20 മിനിറ്റ് മതി പിന്നീട് ജയിൽ മോചനത്തിന്. ഉത്തരവ് എങ്ങനെയാണ്, ഓൺലൈനായിട്ടായിരിക്കുമോ അയച്ചു കൊടുക്കുക? കാരണം 200 കിലോമീറ്റർ അകലെയാണല്ലോ ഈ ജയിൽ വരുന്നത്. 8 മണി വരെ ജയിൽ മോചനത്തിന് സമയമുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ 1 മണി ആയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? അത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മുബഷീർ? രണ്ട് രീതികളിലാണ് ഈ ഒരു ഓർഡർ അവിടെ ജയിലിലേക്ക് എത്തിക്കേണ്ട സുജയ പാർവതി. അതിനുശേഷമായിരിക്കും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുക. ഒന്ന് ഇമെയിൽ വഴി അയച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ ജയിൽ മോചിതരാകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം സാധാരണഗതിയിൽ കോടതിയിൽ പതിവായി നടക്കുന്ന രീതി എന്നുള്ളത് ഈ ഓർഡർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കൊടുക്കുക, ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കുക, അതിനുശേഷം അവിടെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ജയിൽ മോചിതരാക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഓർഡർ കയ്യിൽ കിട്ടിയതിനു ശേഷമേ തീരുമാനം അറിയുകയുള്ളൂ എന്നുള്ളതാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ അമൃതോ ദാസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനപ്പെട്ട വിവരം, ഇന്ന് തന്നെ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ